പ്രിയനേവാം. അപ്പോഴും എന്നെ തൃക്കരത്തിൽ കാത്ത അൻപോലുമെൻ പ്രിയനേവം. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. പാപം എന്നെ കവർന്നൊരിക്കൽ എന്നെ പരിഹസിച്ച നേരം, കാൽവരി രക്തം പൂശിയാത്മസൗഖ്യം എന്നിൽ പകർന്ന കർത്തനേവം. കാൽവരി രക്തം പൂശിയാത്മസൗഖ്യം എന്നിൽ പകർന്ന കർത്തനേവം. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. രോഗം എന്നെ വിരൂപനാക്കി എന്നിൽ ബലം ക്ഷയിച്ച നേരം, എല്ലാരും എന്നെ കൈവെടിഞ്ഞ നേരം, കൈ തന്ന കുഞ്ഞാടിനേവം. എല്ലാരും എന്നെ കൈവെടിഞ്ഞ നേരം, കൈ തന്ന കുഞ്ഞാടിനേവം. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. യേശു നാമമതെത്ര ഇമ്പം, നാമമതെത്ര ഭാഗ്യം പാരിൽ. കണ്ടാലുമെല്ലാ നാളിലും ഞാൻ കൂടെ ഉണ്ടെന്നരുളിയോനേവം. കണ്ടാലുമെല്ലാ നാളിലും ഞാൻ കൂടെ ഉണ്ടെന്നരുളിയോനേവം. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. 1983 ഈ പാട്ട് ഉടലെടുത്തത്. 83 ഞങ്ങൾ കുടുംബമായി ചിക്കൻ രോഗത്തിന് വിധേയരായി മാറി. ആദ്യം എൻ്റെ കൊച്ചുമോനാണ് സ്കൂളിൽ നിന്നും രോഗവുമായിട്ട് വന്നത്. അതൊരു ഡിസംബർ മാസത്തിലാണ്. അവൻ്റെ ശരീരത്തിൽ പൊങ്ങിയത് ചിക്കനാണ് എന്ന് മനസ്സിലാക്കാതെ ഞങ്ങൾ കോളേജിലെ ക്രിസ്മസ് ആഘോഷത്തിലൊക്കെ പങ്കെടുത്തു, പാട്ടൊക്കെ പാടി. രാത്രി തിരിച്ചു വന്നപ്പോഴേക്കും മറ്റ് വലിയ മോനും മമ്മിക്കുമൊക്കെ അതിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങി. ഞാനപ്പോൾ കായംകുളത്തിനടുത്തുള്ള കൃഷ്ണപുരം എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷനിൽ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അന്ന് ഞാൻ കൺവെൻഷന് പോയി പ്രസംഗിച്ചു. തിരിച്ചു വന്നപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് വരില്ല, കാരണം ഈ കൺവെൻഷൻ പൂർത്തിയാക്കണമല്ലോ, അതുകൊണ്ട് എനിക്ക് വരില്ല എന്ന് പറഞ്ഞു. അടുത്ത ദിവസവും ഞാൻ കൺവെൻഷന് പോയി. പക്ഷേ കൺവെൻഷൻ കഴിഞ്ഞ് രാത്രി മടങ്ങി വന്ന് അന്ന് രാത്രി എനിക്കും ചിക്കൻ രോഗം പിടിച്ചു. ഞങ്ങൾ 4 പേരും ഒരുപോലെ, വളരെ സിവിയർ ആയിട്ടുള്ള ഒരു അറ്റാക്ക്. കുഞ്ഞുമോള് ബാത്റൂമിലേക്ക് പോകുന്നത് പോലും നിരങ്ങി പോകേണ്ട, വലിഞ്ഞു പോകേണ്ട അവസ്ഥ, കാലുകൾക്ക് ബലമില്ലാതായി പോയ അവസ്ഥ. ഞങ്ങളുടെ വായിലും തലയ്ക്ക് ഉള്ളിലും പുറത്തും എല്ലാം വളരെ ഭീകരമായ ഇറപ്ഷൻസ്, ഭക്ഷണം കഴിക്കാൻ വയ്യാത്ത അവസ്ഥ. ഞങ്ങളെ ശുശ്രൂഷിക്കുവാൻ വീട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ രോഗം പിടിച്ചവരൊക്കെ മടങ്ങിപ്പോയി. ചുറ്റുപാടും ഹിന്ദുക്കളാണ് ജീവിക്കുന്നത്. നമുക്കൊരു സഹായത്തിന് ആരുമില്ല. മുമ്പിൽ താമസിക്കുന്ന ആ നായർ ഭവനം കിണറ്റിൽ നിന്ന് വെള്ളം കോരി അവിടെ വെക്കും, അത് ആരെങ്കിലും പോയി എടുത്ത് കുടിക്കുക, ഇതാണ്. ഒന്നും കുക്ക് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ പട്ടിണി കിടന്നു, 2 ദിവസം പട്ടിണി കിടന്നു.
മൂന്നാമത്തെ ദിവസം രാവിലെ ആയപ്പോഴേക്കും കുഞ്ഞുങ്ങൾ കരയാൻ തുടങ്ങി, കുഞ്ഞുമോൾ കരയാൻ തുടങ്ങി, ഞാൻ കരഞ്ഞു. അങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ച് കിടക്കുന്ന സമയം ആരോ സ്കൂട്ടറിൽ വന്ന് വീടിന്റെ മുറ്റത്ത് ഇറങ്ങിയതായിട്ട് മനസ്സിലായി. ഇത്തിരി നടക്കാൻ കഴിയുന്നത് കൊച്ചുമോനോടായതുകൊണ്ട് ഞാൻ പറഞ്ഞു, മോൻ പോയി പറ, ഡാഡിക്ക് സുഖമില്ലാതെ കിടക്കുകയാണ്, അതുകൊണ്ട് ആരും അകത്തേക്ക് വരണ്ട എന്ന്. എന്നാൽ 2-3 പേര് അകത്തേക്ക് വരുന്നതാണ് ഞാൻ കണ്ടത്. ഞങ്ങൾക്ക് ഹോമിയോ മരുന്ന് തന്നയക്കുന്ന ഡോക്ടറും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയും കൂടി ഞങ്ങളുടെ മുറിയിലേക്ക് വന്നു. അദ്ദേഹം രോഗാതുരനായ എൻ്റെ കിടക്കയുടെ അരികിൽ ഇരുന്നു. എന്നോട് ചോദിച്ചു, എങ്ങനെയുണ്ട് അസുഖമൊക്കെ? അദ്ദേഹം പറഞ്ഞു, മരുന്ന് കൃത്യമായി കഴിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ട് എന്നോട് ചോദിച്ചു, നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞോ എന്ന് ചോദിച്ചു. ഇപ്പൊ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആണ്, ഇതുവരെ ഞങ്ങൾ അത് ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു. ഞാനത് പറഞ്ഞത് ചിരിച്ചുകൊണ്ടാണ് പറഞ്ഞത്. ഞങ്ങള് 2 ദിവസമായിട്ട് ഫാസ്റ്റിംഗ് ആണ്, ഇതുവരെ ബ്രേക്ക് ചെയ്തിട്ടില്ല എന്ന്. ഉടനെ ഡോക്ടർ പറഞ്ഞു, എന്നാൽ എഴുന്നേൽക്ക്, ഞാൻ നിങ്ങളുടെ രോഗവിവരം അന്വേഷിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണവുമായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു. ഡോക്ടർ രാജു സാർ എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കൊച്ചമ്മ കുഞ്ഞുമോളെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. കുഞ്ഞുങ്ങളെ എല്ലാം പിടിച്ചെഴുന്നേൽപ്പിച്ച് ഞാൻ കട്ടിലിൽ ഇരുന്ന് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പറഞ്ഞു, വേണ്ട, ഡൈനിങ് ടേബിളിൽ വന്നിരുന്ന് നിങ്ങൾ 4 പേരും കൂടെ കഴിച്ചാൽ മതി എന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തി എല്ലാം വിളമ്പി തന്ന് ഞങ്ങളത് ഭക്ഷിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, എങ്കിലും അതെങ്ങനെയെങ്കിലും ഭക്ഷിക്കണമെന്ന് നിർബന്ധിച്ച് ഞങ്ങളെ കൊണ്ട് അത് മുഴുവൻ ഭക്ഷിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം പോയത്. ആ നിമിഷങ്ങളിൽ എനിക്ക് ഒരു പരിശുദ്ധാത്മാ അഭിഷേകം ലഭിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ആത്മാവിൽ വിസ്മൃതനായതുപോലെ എനിക്ക് തോന്നി. കാരണം ഞാൻ തിരുവചനം പ്രസംഗിക്കുന്നവനാണ്, കർത്താവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് വിവരിക്കുന്നവനാണ്. പക്ഷേ അതെല്ലാം വേദപുസ്തകത്തിൽ എഴുതപ്പെട്ടിരിക്കുന്ന സംഭവങ്ങൾ ആണ് എന്നതിൽ കവിഞ്ഞ് ആ സംഭവങ്ങൾക്കൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുമെന്നുള്ള ചിന്ത പലപ്പോഴും പുലർത്തുവാൻ കഴിയാതെ പോയിരുന്നിട്ടുണ്ട്. ഇപ്പോൾ ഏലിയാവിന് കാക്കയെ കൊണ്ട് ഭക്ഷണം കൊടുത്ത കഥ നമുക്കറിയാം. സാരാഫത്തിലെ വിധവയെ ഏലിയാവിന് വേണ്ടി ഒരുക്കിയ കഥ നമുക്കറിയാം. അങ്ങനെ നിരവധി കഥകൾ അത്ഭുതകരമായി ദൈവം തന്റെ ജനത്തെ നയിച്ചതിനെ കുറിച്ച് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതെല്ലാം ചരിത്രത്തിന്റെ ഭാഗമായി ആ വേദപുസ്തക താളുകളിൽ ഉറങ്ങിക്കിടക്കുന്ന സംഭവങ്ങളാണ് എന്ന് പലപ്പോഴും ചിന്തിച്ചു പോയിട്ടുള്ള എനിക്ക് അന്നേരമുണ്ടായ ആത്മവിവശതയിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞത് ആ ദൈവം ഇന്നും ജീവിക്കുന്നു എന്നുള്ളതാണ്. കാക്കയെ കൊണ്ട് ഏലിയാവിനെ പോഷിപ്പിച്ച ആ ദൈവം ഇന്നും ജീവിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഒരു ക്രിസ്തീയ സഹോദരനെ, ഞങ്ങൾക്ക് മരുന്ന് തരുന്ന ഡോക്ടറെയും കുടുംബത്തെയും ഞങ്ങളുടെ വിശപ്പാറ്റുവാൻ ഭക്ഷണവുമായി അയക്കുന്ന ഒരു ദൈവമാണ്. അല്ലാതെ ആ മനുഷ്യൻ അവിടെ വരുവാൻ ആ സമയത്ത് മറ്റൊരു കാരണവുമില്ല. ദൈവം നിയോഗിച്ചിട്ട് വന്നതാണ് വാസ്തവത്തിൽ. അത്തരം ഒത്തിരി ദൈവനിയോഗങ്ങളുടെ ഭാഗ്യാനുഭവങ്ങൾ ജീവിതത്തിൽ പ്രാപിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ആദ്യമായി എനിക്ക് ലഭിക്കുന്ന ആ ഭാഗ്യ സന്ദർശനമാണ്, ദൈവത്തിന്റെ ഭാഗ്യ സന്ദർശനമാണ് ആ ഡോക്ടറിലൂടെയും അദ്ദേഹത്തിന്റെ സഹധർമ്മിണിയിലൂടെയും ഞങ്ങൾക്ക് ലഭിക്കുന്നത്. ഞാൻ ആത്മവിവശതയിലായി. ഞാൻ ആ കിടപ്പ് കിടന്നുകൊണ്ട് ഓർത്തു, എൻ്റെ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. ഇന്നും എൻ്റെ പട്ടിണിയിൽ, എൻ്റെ വേദനയിൽ, എൻ്റെ കഷ്ടതയിൽ, എൻ്റെ രോഗത്തിൽ, എൻ്റെ ചാരത്ത് വന്നിരുന്ന എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന ഒരു ദൈവമാണ് എൻ്റെ ദൈവമെന്നും ആ ദൈവം ഇന്നും ജീവിക്കുന്ന ദൈവമാണെന്നും വിശ്വസിക്കുവാൻ, ഒന്നുകൂടെ ആഴത്തിൽ വിശ്വസിക്കുവാൻ ആ നിമിഷങ്ങളിൽ എനിക്ക് കഴിഞ്ഞു. ഞാൻ ആ ആത്മസന്തോഷത്തിൽ അറിയാതെ കിടന്ന് പാടുവാൻ തുടങ്ങി. അതാണ് ആത്മാവിൽ പാടിയ ആദ്യത്തെ ഗാനം. പാടി സർവം മറന്നിരുന്നു, ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി. ഹല്ലേലൂയ. പാടി സർവം മറന്നു, എല്ലാം വിസ്മരിച്ചുകൊണ്ട് ക്രൂശിൽ മറഞ്ഞിരുന്നു കൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ സ്തുതിച്ചു. ആ നിമിഷങ്ങളിൽ ഞാൻ ആ പാട്ടിന്റെ ആദ്യത്തെ കോറസ് പാടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് കർത്താവ് ഒരു പാട്ട് തരികയാണ് എന്ന്. ജീവിതത്തിൽ അങ്ങനെ ഒരു പാട്ട് എഴുതിയിട്ടില്ല.
ആത്മവിവശതയിൽ ഒരു പാട്ട് എഴുതുന്നത് ആദ്യമായിട്ടാണ്. ഞാൻ ഉടനെ എൻ്റെ കൊച്ചുമോനോട് പറഞ്ഞു, അവന് മാത്രമാണ് എഴുന്നേറ്റ് നടക്കുവാൻ കഴിയുന്നത്. അവനോട് പറഞ്ഞു, മോനെ, ഡാഡിക്ക് ഒരു കടലാസും ഒരു പേനയും കൊണ്ടുത്താ എന്ന് പറഞ്ഞു. ഞാൻ ആ മലർന്നു കിടന്നുകൊണ്ട് എൻ്റെ മുട്ടിൽ ഈ പേപ്പർ വെച്ചുകൊണ്ട് എഴുതി, പാടി സർവം മറന്നിരുന്ന് ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി, കോടാനുകോടി ദൂതസംഘം പാടും സ്വർഗീയ പാട്ടേറ്റു പാടി എന്ന്. കോടാനുകോടി ദൂതസംഘം പാടും സ്വർഗീയ പാട്ടേറ്റു പാടി. നമുക്കറിയാം, വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം 9, 10, 11, 12 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ സ്വർഗത്തിലെ ദൂതസംഘം പാടുന്ന ആ മഹാസംഗീതത്തിന്റെ ആ വലിയ ആരവം നമുക്ക് അവിടെ കേൾക്കുവാൻ കഴിയും. 1000, 1000, 10,000, 10,000 ആയിട്ടുള്ള ആ ദൂതസംഘം. 1000 എന്ന് പറഞ്ഞാൽ 1000 into 1000 into 10,000 into 10,000 എത്രയാണെന്ന് കൂട്ടിക്കോ. അത്രയും ദൂതന്മാർ, അനന്തമായ ദൂതസംഘം സ്വർഗത്തിൽ നിന്നുകൊണ്ട് പാടുകയാണ്. ആ പാട്ട്, സ്വർഗത്തിന്റെ ആ പാട്ട്, അതിനെക്കുറിച്ച് പറയുന്നത് ദ തീം സോങ് ഓഫ് ഹെവൻ, സ്വർഗത്തിലെ തീം സോങ് ആണ്. ആ പാട്ട് 11-ാം വാക്യത്തിൽ, 5-ാം അധ്യായം 11-ാം വാക്യത്തിലും 12-ാം വാക്യത്തിലും കാണുന്ന ആ പാട്ട്, അത് ഓർത്തുകൊണ്ടാണ് ഞാൻ ആ കിടപ്പിൽ കിടന്നുകൊണ്ട് പാടിയത്. കോടാനുകോടി ദൂതസംഘം പാടും സ്വർഗീയ പാട്ടേറ്റു പാടി എന്ന്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ പാട്ട് എഴുതി ഞാൻ പൂർത്തിയാക്കി. 4 ചരണങ്ങൾ എഴുതി പൂർത്തിയാക്കി. 1-ാമത്തെ ചരണങ്ങളിൽ ലോകം എനിക്ക് കഷ്ടങ്ങൾ തന്നാലും എന്നെ അപ്പോഴും എന്നെ തൃക്കരത്തിൽ കാക്കുന്ന ഒരു കർത്താവിനെ കുറിച്ച് ഞാൻ പാടി. 2-ാമത്തെ ചരണം, പാപം എന്നെ കവർന്ന് എന്നെ നശിപ്പിച്ചപ്പോൾ, എന്നെ പരിഹസിച്ചപ്പോൾ കാൽവറി രക്തം പൂശി എന്നെ ശുദ്ധീകരിച്ച വീണ്ടെടുത്ത കർത്താവിനെ കുറിച്ച് ഞാൻ പാടി. 3-ാമത്തെ ചരണത്തിൽ, രോഗം എന്നെ വിരൂപനാക്കിയപ്പോൾ, എന്നിൽ ബലം ക്ഷയിച്ചപ്പോൾ, എല്ലാവരും എന്നെ കൈവെടിഞ്ഞപ്പോൾ കൈതന്ന കർത്താവിനെ കുറിച്ച് ഞാൻ പാടി. അത് വളരെ അർത്ഥപൂർണമായി, കാരണം രോഗം വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ചുറ്റുപാടുമുണ്ടായിരുന്നവരൊക്കെ ഭയന്ന് വിറച്ച് അകന്നിരിക്കുകയാണ്. ഒരു കാരണവശാലും അവരടുത്തു വരികയില്ല. ഞങ്ങളുടെ അച്ഛൻ, അന്ന് അവിടെ ഉണ്ടായിരുന്ന മാവേലിക്കര ക്രൈസ്റ്റ് ചർച്ചിൽ ഉണ്ടായിരുന്ന റവറന്റ് പി.ടി. ജോൺ, ഭക്തനായ മനുഷ്യനാണ്. അദ്ദേഹം വിവരമറിഞ്ഞ് കുറെ കരിക്കുമൊക്കെ ഇട്ടുകൊണ്ട് കപ്പ്യാരുമായി വീട്ടിൽ വന്നു. കപ്പ്യാര് വന്ന് എന്നെ ഒന്ന് കണ്ടതും അവൻ ഇറങ്ങിയ ഒരൊറ്റ ഓട്ടമായിരുന്നു. കാരണം അതുപോലെ ഭീകരമായിരുന്നു എൻ്റെ രൂപം. അതുപോലെ മനുഷ്യനെല്ലാം ഭയന്ന് വിറച്ചുപോയ ഒരവസ്ഥയാണ്. ഈ രോഗമെല്ലാം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മരുന്ന് തന്നിരുന്ന ഡോക്ടർ രാജു എന്നോട് പറഞ്ഞു, സാർ, നിങ്ങളുടെ 4 പേരുടെയും അറ്റാക്ക്, ഇറ്റ് വാസ് എ സിവിയർ അറ്റാക്ക്, വളരെ 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 മാരകമായ ഒരു അറ്റാക്ക് ആയിരുന്നു. ആർക്കെങ്കിലും അംഗഭംഗം ഉണ്ടാകാൻ സാധ്യതയുണ്ടായിരുന്നു. ദൈവം കൃപയാൽ ഞങ്ങളെ 4 പേരെയും വിടുവിച്ചു എന്നുള്ളതാണ് സ്തോത്രത്തോടെ ഈ സമയത്ത് ഓർക്കുന്നത്. അതുകൊണ്ട് രോഗം എന്നെ വിരൂപനാക്കി, എൻ്റെ മുഖമാക്കാടെ വിരൂപമായി പോയി. അതുകൊണ്ടാണ് രോഗം എന്നെ വിരൂപനാക്കി, എന്നിൽ ബലം ക്ഷയിച്ച നേരം, എല്ലാവരും എന്നെ കൈവെടിഞ്ഞ നേരം കൈതന്ന കുഞ്ഞാട്. നമുക്ക് ശാശ്വതമായ ഒരു കരം നമുക്കുണ്ട് എന്നുള്ള ആ വലിയ ഓർമ്മ എന്നെ ധൈര്യപ്പെടുത്തി. ആരുമില്ല എങ്കിലും എന്നെ കരം പിടിച്ചു നടത്തുന്ന ഒരു കർത്താവ് എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം. നിങ്ങൾക്കറിയാമോ, എൻ്റെ പുനഃസമർപ്പണത്തിന്റെ റീഡെഡിക്കേഷന്റെ ആദ്യ കാലങ്ങളാണ്. വിശ്വാസ ജീവിത യാത്ര തുടങ്ങിയ ആ കാലങ്ങളിലാണ് അവിടെ ശാശ്വതമായി ഒരു കരം എനിക്ക് വേണ്ടി നീട്ടപ്പെടുന്നത് ഞാൻ അനുഭവിച്ചറിയുകയാണ്. ആ കരം പിടിച്ച് എൻ്റെ കർത്താവിനെ നടത്തുന്ന ആ വലിയ അനുഭവം എൻ്റെ ജീവിതത്തിലുള്ളത് ഓർത്തുകൊണ്ടാണ് ഞാൻ പാടിയത്. എല്ലാവരും എന്നെ കൈവിടിഞ്ഞ നേരം കൈതന്ന കുഞ്ഞാടിനേവം പാടി സർവം മറന്നിരുന്നു ക്രൂശിൽ മറഞ്ഞിരുന്നു പാടി എന്ന്. 4-ാമത്തെ സ്റ്റാൻസയിൽ ഞാൻ പാടി, യേശു നാമം അതെത്ര ഇമ്പം, ആ നാമം അതെത്ര ഭാഗ്യം പാരിൽ, കണ്ടാലും എല്ലാ നാളിലും ഞാൻ കൂടെ ഉണ്ടെന്നരുളിയവൻ യേശു, അവന് ഞാൻ പാടുകയാണ് എന്നർത്ഥം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ സാധാരണ അനുഭവങ്ങളിൽ നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. വലിയ വലിയ കാര്യങ്ങളിൽ മാത്രമാണ് ദൈവം നമ്മോടുകൂടെ സഞ്ചരിക്കുന്നത് എന്നാണ് പലപ്പോഴും നാം ചിന്തിക്കുന്നത്. അല്ല സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മ അനുഭവങ്ങളിലും, നാം നിസ്സാരമെന്ന് കരുതുന്ന ജീവിതാനുഭവങ്ങളിലെല്ലാം യേശു കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ളതാണ് ഒരു സത്യം. എല്ലാ ജീവിത സാഹചര്യം, രാവിലെ ഉണരുമ്പോൾ
നമ്മള് രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒന്നും അറിയുന്നില്ല. നാം ഏത് ലോകത്താണെന്ന് പോലും നമുക്കറിയാൻ വയ്യ. ഒന്നും അറിയാതെ നാം കിടന്നുറങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങാതെ ഉറങ്ങാതെ നമ്മളെ കാവൽ കാത്തു പരിപാലിക്കുന്ന ദൈവമാണ് എന്ന് ഓർക്കണം. നാം ഉണരുമ്പോൾ പ്രാർത്ഥിക്കണം, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരനെ പോലെ പറഞ്ഞുകൊണ്ട് രാവിലെ എഴുന്നേൽക്കണം. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നിരിക്കുന്നു. നമ്മുടെ ഉറക്കത്തിൽ നമ്മുടെ കാവൽക്കാരനായിരുന്നവനായ യേശു, എന്നും എന്നും നമ്മുടെ കാവൽക്കാരനായിരിക്കുന്നവനായ യേശു. നമ്മൾ ഉറങ്ങുമ്പോൾ ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയുമില്ല. യഹോവ നമ്മുടെ പരിപാലകൻ, യഹോവ നമ്മുടെ വലത്തുഭാഗത്ത് നമുക്ക് തണൽ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നമ്മെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നമ്മെ പരിപാലിക്കും. യഹോവ നമ്മുടെ പ്രാണനെ പരിപാലിക്കുവാൻ നിന്റെ ഗമനത്തെയും ആഗമനത്തെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ സമഗ്രതയെ ആലിംഗനം ചെയ്യുന്ന ഒരു കർത്താവ്, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ സൂക്ഷ്മ നിമിഷങ്ങളെയും അവന്റെ കയ്യൊപ്പ് കൊണ്ട് അനുഗ്രഹിക്കുന്നവനായ ഒരു യേശു. നമ്മുടെ ഓരോ പരമാണുവിലും കർത്താവിന്റെ കയ്യൊപ്പുണ്ടെന്നാണ് പറയുന്നത്. സിഗ്നേച്ചർ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ കയ്യൊപ്പ് നമ്മുടെ ഓരോ പരമാണുവിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ പരമാണുവിലും വി ബിലോങ് ടു ഹിം. ഓരോ പരമാണുവിലും നാം അവൻ്റെതാണ് എന്നർത്ഥം. അല്ലാതെ നാം പറയുന്നത് പോലെ രക്ഷിക്കപ്പെടുമ്പോൾ മാത്രമല്ല നാം കർത്താവിനാകുന്നത്. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേയും കർത്താവിന് വേണ്ടി സമർപ്പിക്കപ്പെടുന്നതിന് മുമ്പേയും നാം കർത്താവിൻ്റെതാണ്. നമ്മളത് തിരിച്ചറിയുന്നില്ല എന്നുള്ളത്. നമ്മൾ എന്നാണ് ആ സത്യം തിരിച്ചറിഞ്ഞ്, കർത്താവെ നീ എന്റേതാണ് എന്ന് ഞാൻ അറിയുന്നു, നീ എന്നോടുകൂടെ ഉണ്ട് എന്ന് ഞാൻ അറിയുന്നു എന്ന് ഏറ്റുപറയുന്ന നിമിഷങ്ങളാണ് രക്ഷയുടെ അനുഭവത്തിലേക്ക് നാം വരുന്നത്. എന്നാൽ നാം രക്ഷിക്കപ്പെട്ടില്ല എങ്കിലും യേശു കർത്താവ് നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവരുവൻ, നമ്മോട് കൂടെ സഞ്ചരിക്കും. നമ്മൾ അറിയാതെ അവൻ നമ്മോട് കൂടെ ഇരിക്കുക. നമുക്കറിയാം, എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥ നമുക്കറിയാം. ആ 2 ശിഷ്യന്മാർ ഏതാണ്ട് 6-7 മൈൽ ഒന്നിച്ച് യേശു കർത്താവിനോട് കൂടെ നടന്നിട്ട് they could not recognize Jesus. യേശുവിനെ തിരിച്ചറിയുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അവസാനം താൻ മുറിക്കപ്പെടുന്ന അനുഭവം അവരുടെ മുമ്പിൽ ആവിഷ്കരിച്ചപ്പോഴാണ്, താൻ തകർക്കപ്പെട്ടവനാണെന്നുള്ള സത്യം അവരുടെ മുമ്പിൽ വെളിപ്പെടുത്തിയപ്പോഴാണ്, താൻ സ്വയം തകരുമ്പോഴാണ്, ഹല്ലേലൂയ, യേശു സ്വയം തകരുമ്പോൾ മാത്രമാണ് നമ്മൾ അറിയുന്നത് അവൻ യേശുവാണ്. ആ നിമിഷങ്ങളിലെങ്കിലും, യേശു സ്വയം തകരുന്ന നിമിഷങ്ങളിലെങ്കിലും യേശുവിനെ ഒന്ന് ആത്മാവിൽ ഒന്ന് ഏറ്റെടുക്കുവാൻ നമുക്ക് കഴിയുമോ? നമ്മൾ മിക്കവാറും എല്ലാവരും കുർബാന കൊള്ളുന്നവരാണ്. ചിലര്, ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ എല്ലാ ഞായറാഴ്ചയും കുർബാനയുണ്ട്. അതുകൊണ്ട് എല്ലാ ഞായറാഴ്ചയും ഞാൻ കുർബാന കൊള്ളും, കമ്മ്യൂണിയൻ. ചില ദേവാലയങ്ങളിൽ മാസത്തിലൊരിക്കലേ കാണത്തുള്ളൂ, ചിലയിടത്ത് അതുപോലെ 2 ആഴ്ചയിൽ ഒരിക്കലേ കാണത്തുള്ളൂ. എങ്ങനെയെങ്കിലും ആയാലും നാം കുർബാന കൊള്ളുകയാണ്. എന്ത് ചിന്തയോടുകൂടെയാണ് ഈ കുർബാന അപ്പം സ്വീകരിക്കുന്നതും ഈ വീഞ്ഞ് നമ്മൾ സ്വീകരിക്കുന്നതും? ഒരു മുറി അല്ലെങ്കിൽ ഒരു വട്ടം വേഫറും ഒരിത്തിരി വീഞ്ഞും അകത്ത് ചെല്ലുന്നു എന്നുള്ള സംതൃപ്തി മാത്രമാണോ നമുക്കുള്ളത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാം ആ അപ്പം കരങ്ങളിൽ സ്വീകരിക്കുമ്പോൾ എൻ്റെ യേശു മാളിക മുറിയിൽ നിന്നുകൊണ്ട് ഇതെന്റെ ശരീരം എന്ന് പറഞ്ഞ് ശിഷ്യന്മാരുടെ കരങ്ങളിലേക്ക് അപ്പം വെച്ചു കൊടുക്കുന്ന ആ ഒരു ദർശനം നമ്മുടെ ആത്മാവിൽ നമുക്ക് കാണുവാൻ കഴിയണം. എൻ്റെ യേശു എനിക്ക് വേണ്ടി തകരുന്ന ചിത്രം നാം കണ്ടേ മതിയാവും, അല്ലെങ്കിൽ ഇതൊന്നും അല്ല. യേശു കർത്താവ് നമുക്ക് വേണ്ടി തകരുന്ന ആ ചിത്രം ആത്മാവിൽ നാം ഏറ്റെടുക്കണം. അവന്റെ രക്തം അവൻ നമുക്ക് വേണ്ടി പകരുന്നത് നമ്മുടെ ആത്മാവിൽ നാം ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ അത് നമ്മൾക്ക് ജീവനും ചൈതന്യവുമായി പരിണമിക്കുകയുള്ളൂ, അനുഗ്രഹമായി തീരുകയുള്ളൂ. അല്ലെങ്കിൽ അത് ശാപത്തിനും മരണത്തിനും കാരണമായി തീരുമെന്ന് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു വെച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് യേശുവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ നമുക്ക് കഴിയണം. He is always with us. അതുകൊണ്ടാണ് മത്തായി സുവിശേഷം 28 അവസാനത്തെ വാക്യം, ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട്, ഈവൻ ടു ദ എൻഡ് ഓഫ് ദ വേൾഡ്. ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞത്
നമുക്ക് കർത്താവ് അവന്റെ സാന്നിധ്യം തരുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ നിമിഷവും, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ, ഓരോ നിമിഷവും അവന്റെ കയ്യൊപ്പുള്ള നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഓരോ പരമാണുവും അവന്റെ കയ്യൊപ്പുള്ള പരമാണുക്കളാണ്. അവൻ നമ്മുടെ ജീവനിൽ നിരന്തരം നിറഞ്ഞു നിൽക്കുന്ന കർത്താവാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ആരോടോട് സംസാരിച്ചപ്പോ പറയുകയുണ്ടായി, നമ്മള് ഹിന്ദുക്കള് പ്രാർത്ഥിക്കാറുണ്ട്, ഗുരുവായൂരപ്പനെ കുറിച്ച് പറയുന്നു വെളിപ്പുറത്തുള്ള ദേവനാണ്, വെളിപ്പുറത്തുള്ള ദേവൻ. ദേവീമാരെ കുറിച്ച് പറയുന്നു വെളിപ്പുറത്തുള്ള ദേവനല്ല നമ്മുടെ ദേവൻ. വിളിച്ചാ വരുന്നവനല്ല, അവനെ നാം കാണാതിരിക്കുകയാണ്. അവൻ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നവനാണ്, നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നവനാണ് അവനെ നാം കാണാതിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെ, ദൂരെ നിന്ന് വിളിച്ചു വരുത്തി അവൻ ട്രെയിനിൽ വരേണ്ടതില്ല, പ്ലെയിനിൽ വരേണ്ടതില്ല. അവൻ കൂടെ സഞ്ചരിക്കുന്നവൻ, എല്ലാ നാളും നിങ്ങളോട് കൂടെ വസിക്കുന്ന. He is with us always. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന എന്താണ്? 20-ാം അധ്യായം, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം. God is with us, Emmanuel. അതാണ് ജീവിതത്തിന്റെ അനുഭവം എന്ന് ഓർക്കണം. അതുകൊണ്ട് യേശുവിന്റെ നിരന്തര സാന്നിധ്യം ജീവിതത്തിൽ അനുഭവിക്കുവാൻ നമുക്ക് കഴിയണം എന്നുള്ളതാണ്. അവൻ നമ്മോട് കൂടെയുണ്ട് എന്നുള്ള സത്യം നാം അംഗീകരിച്ചേ പറ്റൂ. വലിയ കാര്യങ്ങളിൽ മാത്രമല്ല, കൊച്ചു കാര്യങ്ങളിലും എൻ്റെ യേശു എന്നോട് കൂടി. കാരണം ആ കൊച്ചു നിമിഷങ്ങളും അവന്റെ ദാനമാണ്. നമ്മുടെ ഓരോ കൊച്ചു നിമിഷവും എൻ്റെ ദൈവത്തിന്റെ ദാനമാണ്. അത് നമുക്ക് വേറെ എവിടെ നിന്നും കിട്ടുന്നതല്ല. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഓർക്കാറുണ്ട്, ഓരോ പുലരിയും നമുക്ക് നൽകുന്ന, നാം ഒരു പ്രഭാതത്തിൽ സ്വീകരിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് ഓരോ പുലരിയും. കാരണം ആ പുലരി എവിടെ നിന്നാണ് വരുന്നത്? എൻ്റെ കർത്താവിന്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് വരുന്നതാണ് ഓരോ പുലരിയും. ആ പുലരി എനിക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവം ഒരു സമ്മാനമായി ഓരോ ദിവസവും തരികയാണ്. ഞാനിത് പറയുമ്പോൾ ഓർത്തുപോകുന്ന ഒരു സത്യമുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൾ ഉറക്കത്തിലാണ് ബോധരഹിതയായി പോയത്. അവൾ ഒന്നും അറിഞ്ഞില്ല. വാസ്തവത്തിൽ സമാധാനത്തോടെ കൂടെ കിടന്നിറങ്ങി. യഹോവ അവളെ വിളിച്ചത് കൊണ്ട് യഹോവയുടെ സന്നിധിയിലേക്ക് അവൾ ഉയർത്തപ്പെട്ടു. നമ്മൾ ഉണരുമ്പോൾ പറയുന്നു, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു പ്രഭാതം ലഭിക്കുമ്പോൾ അത് ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ സമ്മാനമാണെന്ന് ഓർക്കുവാൻ, ഒരു വരദാനമാണെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. നമ്മൾ അതൊക്കെ നിസ്സാരമായി തള്ളിക്കളയുകയാണ്. നിസ്സാരമായി എഴുന്നേറ്റ് നമ്മുടെ ജോലിക്ക് പോകുന്നു, എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പോകുന്നു. എത്ര പേരാണ് രാവിലെ എഴുന്നേറ്റിരുന്നു കൊണ്ട് കർത്താവേ ഞാൻ സമാധാനത്തോട് കൂടെ കിടന്നിറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഉണർന്നുമിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ കിടക്ക വിട്ടൊന്ന് എഴുന്നേൽക്കുന്നത്? നമുക്ക് ഇന്ന് അങ്ങനെയൊന്ന് തീരുമാനിക്കാം. കർത്താവേ, ഞാൻ സമാധാനത്തോട് കൂടെ കിടന്നിറങ്ങി, നീ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. നീ എനിക്ക് അയച്ച ഈ മധുരമായ പ്രഭാതം എന്ന ഈ സമ്മാനം ഞാൻ സ്തോത്രത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഓരോ ദിവസത്തെയും യാത്രയൊന്ന് ആരംഭിച്ചാൽ നമ്മുടെ യാത്ര അവൻ കരം പിടിച്ച് മനോഹരമാക്കി തീർക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അവന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ എപ്പോഴും നമ്മൾ തയ്യാറാവണം. അവൻ എപ്പോഴും കൂടെയുണ്ട് എന്നുള്ളത്. പാപം എന്നെ കവർന്നൊരിക്കൽ എന്നെ പരിഹസിച്ച നേരം, എനിക്കറിയാം എൻ്റെ ജീവിതത്തിന്റെ പാപപൂർണമായ ജീവിതത്തിന്റെ അനുഭവങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ടോടി അത് ഓർത്തുകൊണ്ട് ഞാൻ പാടിയതാണ്. ആ പാപം എന്നെ പിടിച്ചുകൊണ്ടുപോയി എന്നെ നോക്കി പരിഹസിക്കുകയാണ് പാപം. അതേ സമയത്ത് ദൈവത്തിന്റെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് സന്തോഷ പരിപൂർണതയാണ്. അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അവന്റെ വലത്തുഭാഗത്ത് നിന്നും പ്രമോദങ്ങളും ഉണ്ട് എന്ന് 16-ാം സങ്കീർത്തനം 11 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്. അവന്റെ സന്നിധിയിൽ സന്തോഷ പരിപൂർണത. അതേ സമയത്ത് പാപമോ നമ്മളെ കൊണ്ടുപോയി പരിഹസിച്ച് നമ്മളെ വേദനിപ്പിക്കുന്നതാണ് പാപത്തിന്റെ അവസ്ഥ. എന്നാൽ പാപം നമ്മളെ പരിഹസിക്കുമ്പോൾ കാൽവറി രക്തം പൂശി ആത്മസൗഖ്യം തരുന്ന ഒരു കർത്താവ് നമുക്കുണ്ടെന്ന് ഓർക്കുവാൻ നമുക്ക് കഴിയണം. ആ കർത്താവിന്റെ സന്നിധിയിൽ, കർത്താവേ, നിന്റെ രക്തത്താൽ എന്നെ നീ ശുദ്ധീകരിക്കണമേ, നിന്റെ രക്തത്താൽ എന്നെ ശക്തീകരിക്കണമേ എന്ന് കഴിഞ്ഞ ഒരു ദിവസം നമ്മൾ ധ്യാനിച്ചതുപോലെ നമ്മുടെ വീണ്ടെടുപ്പ് എങ്ങനെയാണ്? യേശുവിന്റെ രക്തത്താൽ നാം വീണ്ടെടുക്കപ്പെടുകയാണ്.
യേശുവിന്റെ രക്തത്താൽ രക്ഷ അനുഭവിക്കുകയാണ്. യേശുവിന്റെ രക്തത്താൽ നാം നീതീകരിക്കപ്പെടുകയാണ്, നാം ശുദ്ധീകരിക്കപ്പെടുകയാണ്. ആ കർത്താവിന്റെ രക്തം വിലയേറിയ രക്തം. ആ രക്തത്താൽ അനുഭവിക്കുന്ന ശുദ്ധീകരണം ജീവിതത്തിൽ പ്രാപിക്കുവാൻ നമുക്ക് കഴിയണം. നമ്മുടെ വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുന്നതല്ല ഈ ചിന്തകളൊക്കെ. നമ്മുടെ വിശ്വാസത്തിൽ പ്രായോഗികമാക്കണം ഇതൊക്കെ. എന്റെ കർത്താവിന്റെ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു, എന്റെ കർത്താവിന്റെ രക്തത്താൽ ഞാൻ ശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു, എന്റെ കർത്താവിന്റെ രക്തത്താൽ ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആത്മസൗഖ്യം തരുന്ന ഒരു കർത്താവിനെ അനുഭവിച്ചറിയുവാൻ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാൻ പാടി, കാൽവറി രക്തം പൂശി ആത്മസൗഖ്യം എന്നിൽ പകർന്ന കർത്താവ്. ആ കർത്താവിനെ ഞാൻ ഏവം പാടുകയാണ്. പാടി സർവം മറന്നിരുന്നു ക്രൂശിൽ മറഞ്ഞിരുന്നു പാടുകയാണ്. രോഗം എന്നെ വിരൂപനാക്കി, എന്നിൽ ബലം ക്ഷയിച്ച നേരം, എല്ലാവരും എന്നെ കൈവെടിഞ്ഞ നേരം, കൈ തന്ന കുഞ്ഞാടിന് ഞാൻ എല്ലാം മറന്നിരുന്നു പാടുകയാണ്. യേശു നാമം അത് എത്രയും. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചത് യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തെ കുറിച്ചാണ്. ആ യേശുവിന്റെ നാമം എത്ര മനോഹരമായ നാമം. യേശു എന്ന് പറയുന്ന നാമം അത് രക്ഷ തന്നെയാണ്. ലോകത്തൊരു മതത്തിന് ഞാൻ ആവർത്തിക്കട്ടെ, ഒരു നാമം രക്ഷാകാരണമായി തീരുന്നില്ല. ലോകത്തൊരു മതവും ഒരു നാമത്തിലൂടെ രക്ഷിക്കപ്പെടുന്നില്ല. ഞാൻ ആ വാക്യം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം വീണ്ടും ആവർത്തിക്കുകയാണ്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവനും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. എന്നെ അങ്ങ് ത്രസിപ്പിക്കുന്ന ഒരു വാക്യമാണത്. ദൈവമക്കളാകുവാൻ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന അധികാരം പലപ്പോഴും മനുഷ്യനെ വഷളാക്കുകയാണ്, അല്ലെങ്കിൽ അഴിമതിക്ക് വിധേയമാക്കുകയാണ്. അധികാരം മനുഷ്യനെ അഹങ്കരിപ്പിക്കുന്നു. എന്നാൽ ഇവിടെ സ്വർഗീയമായ അധികാരം നമുക്ക് നൽകപ്പെട്ടത് എന്തിനു വേണ്ടിയാണ്? ആ സ്വർഗീയ അധികാരം നമുക്ക് നൽകപ്പെട്ടത് നമ്മൾ കർത്താവിന്റെ മക്കളായി തീരുവാൻ വേണ്ടിയാണ്. ടു ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ് വി ഹാവ് ബീൻ ഗിവൺ ദ പവർ. നമുക്ക് അധികാരം നൽകിയിരിക്കുന്നു. എന്തിനു വേണ്ടി? ടു ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൈതലായി തീരുവാൻ. അത് ആർക്കും നിഷേധിക്കുവാൻ കഴിയാത്ത, ആർക്കും തടയാൻ കഴിയാത്ത സ്വർഗീയമായ ഹെവൻലി റൈറ്റ്. ആ ഹെവൻലി റൈറ്റ് പ്രാപിക്കുവാൻ അത് നൽകപ്പെട്ടിരിക്കുകയാണ്. സ്വർഗീയ റൈറ്റ് നമുക്ക് നൽകപ്പെട്ടിരിക്കുകയാണ്. പലപ്പോഴും ഈ കർത്താവിനെ അറിയാതെ ജീവിക്കുന്ന ആളുകളൊക്കെ വാസ്തവത്തിൽ ഈ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന ഈ മഹത്വകരമായ, അസാധാരണമായി യുണീക്ക് എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഈ സ്വർഗീയമായ അധികാരത്തെ കുറിച്ച് ഓർക്കുന്നില്ല. വാസ്തവത്തിൽ അധികാരത്തിന്റെ പിന്നാലെ ഓടുന്ന ധാരാളം. ഞാനൊക്കെ അധികാരത്തിന്റെ പിന്നാലെ ഓടുവാൻ ആഗ്രഹിച്ച ഒരാളാണ് ഒരു കാലത്ത്. എനിക്ക് പദവികൾക്ക് വേണ്ടി ഓടിയ ഒരു മനുഷ്യനാണ് ഞാൻ ചോദിച്ചില്ലെങ്കിലും എനിക്ക് പദവികൾ കിട്ടുമായിരുന്നു. എവിടെയെങ്കിലും ഒരു മീറ്റിംഗിൽ ചെന്ന് കഴിഞ്ഞാൽ, ഒരു തെരഞ്ഞെടുപ്പാണെങ്കിൽ കോശിത്തലയ്ക്കൽ എന്റെ പേര് ആദ്യം മുമ്പിൽ വന്നിരിക്കും. അങ്ങനെ അധികാരത്തിന്റെ ഒരു ശ്രേണി എന്റെ കയ്യിലുണ്ട്. ഒത്തിരി സംഘടനകളുടെ തലപ്പത്ത് ഇരുന്നവനാണ് ഞാൻ ഈ കേരളത്തിൽ. ഒത്തിരി സംഘടനകളുടെ തലപ്പത്ത്, സംസ്ഥാന തലപ്പത്തൊക്കെ ഇരുന്നവനാണ് ഞാൻ. അധികാരത്തോടുള്ള ഒരു കൊതി ഒരു കാലഘട്ടത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ കൊതികളെല്ലാം അവസാനിച്ചത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദൈവത്തിന്റെ പൈതലായി തീരുവാൻ കഴിയുന്ന ഒരു സ്വർഗീയമായ അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോഴാണ്. അതുകൊണ്ടാണ് ആ വാക്യം എന്നെ ആവേശഭരിതനാക്കുന്നത്. വേദവസ്തുത്തിൽ അത്രയും എന്നെ ആവേശഭരിതനാക്കുന്ന ഒരു വാക്യം വേറെ ഇല്ല. ഇത്തിരി കാര്യങ്ങളുണ്ടെങ്കിൽ പോലും എനിക്ക് നൽകപ്പെട്ട ഒരു അധികാരം, നമ്മുടെ അധികാരം നഷ്ടപ്പെടുമ്പോഴാണ് പലരും വേദനിക്കുന്നത്. എന്നാൽ നമുക്ക് സുലഭമായിരിക്കുന്ന ഒരു അധികാരം, യുണീക്കായിട്ടുള്ള ഒരു അധികാരം, അത് നമ്മുടെ കയ്യിൽ വെച്ചുകൊണ്ടാണ് നാം ഈ പഴഞ്ചൻ ഈ ലോകത്തിന്റെ അധികാരങ്ങളുടെ പിന്നാലെ ഓടുന്നത്. ഈ സ്വർഗീയമായ അധികാരം നമുക്ക് ദൈവ പൈതലായി തീരുവാനുള്ള, ഏറ്റവും മന്ത്രിയായി തീരാനല്ല, MLA ആയി തീരുവാനല്ല, MP ആയി തീരുവാനല്ല, ലോക്കൽ നേതാവായി തീരുവാനല്ല, ടു ബിക്കം ദ ചൈൽഡ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ പൈതലായി തീരുവാനുള്ള അധികാരം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. ആ നാമം എത്ര ശ്രേഷ്ഠമായ നാമം! ആ നാമം മാത്രം മതി. യേശു, യേശു, അവൻ ആരിലും വലിയവൻ
യേശു യേശു അവൻ ആരും മതിയായവൻ എന്ന് പാടുവാൻ നമുക്ക് കഴിയണം. എൻ്റെ യേശു എനിക്ക് മതി, എനിക്ക് അതിലൊന്നും കൂടുതൽ വേണ്ട എന്ന് പറയുവാൻ നമുക്ക് കഴിയണം. ഓ, the Lord is my shepherd, that's enough and more to me. യഹോവ എന്റെ ഇടയനാകുന്നു, എനിക്കത് മതി, അത് മാത്രം മതി എന്ന് പറയുവാൻ ഉള്ള വിശ്വാസത്തിന്റെ ദർശനം നമുക്ക് ഈ കാലങ്ങൾ, നമ്മള് കാലത്തിന്റെ സമാപനത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഓരോ ദിവസത്തെയും സംഭവങ്ങൾ വായിക്കുമ്പോഴും, സയന്റിഫിക് ഡെവലപ്മെന്റ്സ് നമ്മൾ വായിക്കുമ്പോഴും, യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേൾക്കുമ്പോഴും നമ്മൾ ഓർക്കണം, we are approaching the end. We are far approaching the end. വളരെ വേഗം നാം അവസാനത്തേക്ക് അടുത്തു വരികയാണ്. എപ്പോഴാണ് ഒരു ഉൾപ്രാപണം, ഒരു റാപ്ചർ ഉണ്ടാകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാ. നിനയാത്ത നേരത്ത് സ്വർഗം തന്റെ മക്കളെ ഈ ഭൂമിയിൽ നിന്ന് എടുത്ത് ആകാശമേഘങ്ങളിലേക്ക് കൊണ്ടുപോകുമെന്നതിന് സംശയമില്ല. അതെല്ലാം സംഭവിക്കുവാൻ പോകുന്ന കാര്യമാണ്. സോ നമ്മൾ അവസാനത്തേക്ക് യാത്ര ചെയ്യുകയാണെന്ന് ഓർക്കണം. കർത്താവിന്റെ വരവെങ്കിലേക്ക് നാം വളരെ വേഗം അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നോർക്കണം. അവസാനം വരുമ്പോഴേക്കും വേഗം കൂടുമല്ലോ. ആ വലിയ വേഗത്തിൽ ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ ആ കൾമിനേഷനിലേക്ക് ലോകം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് ആ നാമം നമുക്ക് നൽകിയ അധികാരം ഉപയോഗിച്ച് ദൈവപൈതലായി തീർന്ന് അവനെ എതിരേൽക്കുവാൻ, അവനോടൊപ്പം ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടുന്ന ഭാഗ്യം പ്രാപിക്കുവാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. യേശു കർത്താവ് പറഞ്ഞ ആ വലിയ വാഗ്ദത്തം ഓർത്തുകൊണ്ട് നമുക്ക് ഈ സന്ധ്യായാമത്തിൽ നമ്മളെ തന്നെ, നമ്മുടെ ജീവിതങ്ങളെ അവന്റെ സന്നിധിയിൽ സമർപ്പിക്കാം. കർത്താവേ, ഞാൻ ഒന്നും അറിയാത്തവനായി ജീവിച്ചു പോയവളാണ്, ഒന്നും അറിയാത്തവനായി ജീവിച്ചു പോയവനാണ്. എനിക്ക് നീ എനിക്ക് നൽകിയിരിക്കുന്ന അധികാരത്തെക്കുറിച്ച് ഞാൻ അജ്ഞനായിരുന്നു, എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. Now I know that I have been given a right, a heavenly right. ഒരു സ്വർഗീയമായ അധികാരം നീ എനിക്ക്, ഞാനൊരു വലിയ പദവിയിലാണപ്പാ. അത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ വലിയൊരു പദവിയിലാണ്, ഞാൻ വലിയൊരു അധികാരത്തിന്റെ കസറയിലാണ് ഇരിക്കുന്നത് എന്ന്. ദൈവമക്കളുടെ അധികാരത്തിന്റെ ശക്തി അതാണ്. സാധു സുന്ദർ സിംഗിനെ ഒരിക്കൽ വിക്ടോറിയ രാജ്ഞി ബ്രിട്ടീഷ് അരമനയിലേക്ക്, കൊട്ടാരത്തിലേക്ക് ക്ഷണിച്ചു വൈകുന്നേരം ഒരു ഡിന്നറിന്. നമ്മളൊക്കെ ആണെങ്കിൽ എത്രയോ ആവേശത്തോടു കൂടി എന്തെല്ലാം വിശേഷ വസ്ത്രങ്ങൾ അണിഞ്ഞ് വിക്ടോറിയ രാജ്ഞിയുടെ ക്ഷണം സ്വീകരിച്ച ആ വിരുന്നിൽ പങ്കെടുക്കുവാൻ പോകും. പക്ഷേ സാധു സുന്ദർ സിംഗ് പറഞ്ഞയച്ചു, ഐ ഹാവ് അനദർ അപ്പോയിന്റ്മെന്റ് വിത്ത് ദ കിങ് ഓഫ് കിങ്സ്. എനിക്ക് രാജാക്കന്മാരുടെ രാജാവുമായി വേറൊരു അപ്പോയിന്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഐ കനോട്ട് അറ്റൻഡ് ദ ഡിന്നർ ഓഫ് ദ ക്വീൻ. രാജ്ഞിയുടെ ഈ ഡിന്നറിൽ പങ്കെടുക്കുവാൻ എനിക്ക് കഴിയില്ല. നമുക്ക് എത്ര പേർക്ക് ഇത് പറയാൻ കഴിയും? വാസ്തവത്തിൽ എനിക്ക് രാജാക്കന്മാരുടെ രാജാവുമായ ഒരു അപ്പോയിന്റ്മെന്റ് ഉള്ളത് കൊണ്ട് ഐ കനോട്ട് കം. നമ്മൾ അതൊക്കെ മാറ്റിവെക്കുന്നവരാണ്. കർത്താവെ, ഞാൻ പിന്നെ വരാം, ഞാൻ തൽക്കാലം ഇവിടെ പോയിച്ചു വരട്ടെ എന്ന് പറയും. കർത്താവെ, എനിക്ക് ഈ പദവി ഇനിയും കിട്ടാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ തക്ക സമയം ഉപയോഗിക്കണമല്ലോ, ഇത് നിന്റെ ഹിതപ്രകാരമാണല്ലോ വന്നത് എന്നൊക്കെ പറഞ്ഞ് അതിനെ ന്യായീകരിച്ച് നമ്മൾ അതിനെ സാധൂകരിക്കാൻ ശ്രമിക്കും. പക്ഷേ ദൈവമക്കൾക്കറിയാം, നമ്മൾ വാസ്തവത്തിൽ തിരിച്ചറിയേണ്ടതാണ്, ഡിസേൺ ചെയ്യുവാൻ നമുക്ക് കഴിയണം. ഏതാണ് കർത്താവിന്റെ ഹിതം, ഏതാണ് കർത്താവിന്റെ ഹിതം അല്ലാത്തത് എന്ന്. ലോകപ്രകാരം കർത്താവിന്റെ കണ്ണുകളിലൂടെ നോക്കിയാൽ കർത്താവിന്റെ ഹിതം എന്താണെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ലോകത്തിന്റെ ഹിതം എന്താണെന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അതുകൊണ്ട് അവന്റെ കണ്ണുകളിലൂടെ നമ്മൾ ഒരു ഭക്തനായ ഒരു മനുഷ്യൻ പ്രാർത്ഥിച്ചത്, കർത്താവെ, നിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച എൻ്റെ അധരങ്ങൾ കൊണ്ട് മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ പറയാതിരിക്കാൻ എന്നെ നീ സഹായിക്കണമേ. ഈ ആലയത്തിൽ, വിശുദ്ധ ആലയത്തിൽ സ്പർശിച്ച എൻ്റെ കാലുകൾ അശുദ്ധിയുള്ള ഇടത്തേക്ക് പോകാതിരിക്കുവാൻ എന്നെ നീ സഹായിക്കണമേ. നിന്റെ ശരീരങ്ങൾ സ്വീകരിച്ച എൻ്റെ ഈ കരങ്ങൾ ദോഷമായതൊന്നും ചെയ്യാതിരിക്കാൻ എന്നെ നീ സഹായിക്കണമേ. വിശുദ്ധമായ ദർശനങ്ങൾ, കാഴ്ചകൾ കണ്ട ഈ സ്വർഗത്തിന്റെ ദർശനം കണ്ട ഈ കണ്ണുകൾ കൊണ്ട് ദോഷമായതൊന്നും കാണുവാൻ എനിക്കിടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ആ ഒരു വിശുദ്ധിയുടെ ദർശനം, കർത്താവ് നമ്മോട് കൂടെയുണ്ട് എന്നുള്ള ആ ദർശനം എപ്പോഴും പുലർത്തുവാൻ നമുക്ക് കഴിയണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കുന്നില്ല. നമ്മൾ ആത്മാവിൽ നിറയുമ്പോൾ,
ആത്മാവിൽ നിറയുമ്പോൾ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ നമുക്ക് കഴിയും. ഞാൻ എന്റെ ഗാനരചനയുടെ ചരിത്രത്തിൽ ആദ്യമായി ആത്മാവിൽ പാടിയ ഇതാണ് വാസ്തവത്തിൽ ദ കീ ഓഫ് റൈറ്റിംഗ്. എന്റെ എഴുത്തിന്റെ താക്കോൽ ഇതായിരുന്നു. ഈ താക്കോൽ കൊണ്ട് തുറന്നപ്പോഴാണ് ആത്മാവിന്റെ പ്രവാഹം, ഗാനങ്ങളുടെ പ്രവാഹം, 100-200 ഗാനങ്ങൾ പാടുവാനുള്ള ആ ഗാനങ്ങളുടെ ശേഖരത്തിന്റെ ആ വലിയ നിധി എന്റെ കർത്താവ് എനിക്ക് വേണ്ടി തുറന്നിട്ട് തന്നു. ആത്മീയ അനുഭവത്തെ ജീവിതാനുഭവങ്ങളാക്കി മാറ്റുവാൻ കഴിയണം. നിസ്സാരമായൊരു സംഭവമായി ഒരു പക്ഷേ ഡോക്ടറും ഭാര്യയും ഞങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുവന്നതിനെ കാണാൻ പറ്റും. പക്ഷേ അതിനെ ചരിത്രവുമായി ബന്ധപ്പെടുത്തി, കർത്താവിന്റെ അത്ഭുത പ്രവൃത്തികളുമായി ബന്ധപ്പെടുത്തി തട്ടിച്ചു നോക്കുമ്പോൾ, സാരാഫാത്തിലെ വിധവയുടെ കഥയുമായി, കാക്ക കൊണ്ട് പോഷിക്കപ്പെട്ട ഏലിയാവിന്റെ കഥയുമായി അതിനെ ബന്ധപ്പെടുത്തുമ്പോൾ ആ ദൈവം ഇന്നും പ്രവർത്തിക്കുന്നു എന്നുള്ള സത്യം നമുക്ക് വെളിപ്പെടുകയാണ്. അവിടെയാണ് എല്ലാം മറന്നിരുന്ന്, ക്രൂശിൽ മറഞ്ഞിരുന്ന് ഞാൻ പാടിയത്. ഇന്നും ക്രൂശിൽ മറഞ്ഞിരുന്നു കൊണ്ട് തന്നെ ഞാൻ പാടുന്നു. ബോൺഹോഫർ എന്ന് പറയുന്ന ഭക്തനായ മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ആ വാക്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വാക്യമായതുകൊണ്ട് പലപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയാറുണ്ട്. ബോൺഹോഫർ എന്ന് പറയുന്ന ജർമ്മനിയിലെ ഹിറ്റ്ലറിന്റെ മാരകമായ ഭീകരമായ വാഴ്ചയുടെ കാലങ്ങളിൽ ക്രിസ്തീയ വിശ്വാസത്തിന്റെ പേരിൽ വധിക്കപ്പെട്ട ഒരു മനുഷ്യനാണ് ബോൺഹോഫർ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ. ധീരമായി സാക്ഷ്യ ജീവിതം നയിച്ച് അതിന്റെ പേരിൽ രക്തസാക്ഷിയായി തീർന്ന ബോൺഹോഫർ. അദ്ദേഹം പറയുന്ന ഒരു വാചകം ഇതാണ്: ഗോഡ് ഈസ് ഇറ്റ് ഈസ് വെരി ദൈവത്തെ കണ്ടെത്തുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു സീ ഗോഡ് സിൻസ് ഗോഡ് ഈസ് റിസൈഡിങ് ബിഹൈൻഡ് ദ ക്രോസ്. ദൈവത്തെ കണ്ടെത്തുവാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താണെന്ന് അറിയാമോ? ദൈവം ക്രൂശിന്റെ പിറകിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് ക്രൂശിന്റെ മറവിൽ യേശുണ്ട്, ദൈവമുണ്ട്. ആ ക്രൂശിൽ മറഞ്ഞിരുന്നു കൊണ്ട് നമുക്കും അവന്റെ സന്നിധിയുടെ സന്തോഷം അനുഭവിക്കാം. ഞാൻ പാടി, ക്രൂശിൽ മറഞ്ഞിരുന്ന് കോടാനുകോടി ദൂതസംഘം പാടുന്നു. ഇപ്പൊ സ്വർഗം എപ്പോഴും പാട്ടുകൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു സ്വർഗമാണല്ലോ. ഈ ദൂതസംഘത്തിന്റെ പാട്ടൊന്നും ഒരിക്കലും അവസാനിക്കുന്നില്ല. നമ്മുടെ പാട്ട് എല്ലാ ദിവസവും 7 മണിക്കാണ്. 7 മണി 8 മണി ആകുമ്പോൾ നമ്മുടെ പാട്ട് അവസാനിപ്പിക്കും. പക്ഷെ സ്വർഗത്തിലെ പാട്ട് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇൻസസന്റ് സോങ്, നിരന്തരമായ പാട്ട്. കോടാനുകോടി ദൂതന്മാർ നിരന്തരം പാടിക്കൊണ്ടേയിരിക്കുകയാണ്. സ്വർഗീയ മഹത്വങ്ങളെ വർണ്ണിച്ചുകൊണ്ടേയിരിക്കുകയാണ്. എന്റെ യേശുവിനെ പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. ദൈവ മഹത്വത്തെ പാടി പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അന്തമില്ലാത്ത പാട്ട്. നമുക്കും ആ പാട്ടിന്റെ പങ്കാളികളായി തീരാം. നിന്റെ ക്രൂശിന് മറഞ്ഞിരുന്നു ഞാനും പാടുന്നു, നിന്റെ മഹത്വത്തെ ഞാനും വർണ്ണിക്കുന്നു. എന്നെ നിന്റെ ആത്മാവിനാൽ ശക്തീകരിക്കണമേ, വഴി നടത്തണമേ, നിന്റെ വരവിനായി എന്നെ ഒരുക്കണമേ, മഹത്വമെല്ലാം അവിടുന്ന് സ്വീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനാൽ നമ്മെ അതിന് സഹായിക്കുമാറാവട്ടെ. ആമേൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, യേശു എനിക്കു ചെയ്ത നന്മകളോർത്തിടുമ്പോൾ, നന്ദി കൊണ്ടൻ പാടി
സ്തോത്രഗാനത്തിൻ പല്ലവികൾ നന്ദി കൊണ്ടെൻ മനം പാടിടുമേ. സ്തോത്രഗാനത്തിൻ പല്ലവികൾ. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. ദൈവമേ നിന്റെ സ്നേഹം എത്ര നാൾ തള്ളി നീക്കി. അന്നു ഞാൻ അനാഥന, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. അന്നു ഞാൻ അനാഥനായി, എന്നാൽ ഇന്നു ഞാൻ ധന്യനായി. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. യേശുവേ എൻ ദൈവമേ, നീ മതിയായവൻ. നിന്ദാനം ഞാൻ അനുഭവിച്ചു, നിൻ സ്നേഹം ഞാൻ രുചിച്ചറിഞ്ഞു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ നിരന്തര സാന്നിധ്യവും സംസർഗവും നാം എല്ലാവരുടെയും കൂടെ ഇപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.